ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്കറിയാവുന്നതുപോലെ ഈ ഏറ്റവും ഇന്ത്യ എന്ന രാജ്യത്തിന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയത്തെ സാധ്യമാക്കിയ നേതാക്കളിൽ ഒരാളെയാണ് നഷ്ടമാവുന്നത്. താങ്കൾക്ക് ദീർഘകാല പരിചയമുണ്ടാകുമല്ലോ സീതാറാം യെച്ചൂരിയുമായി. പി രാജീവ് പറഞ്ഞതുപോലെ ഒരു വലിയ ശൂന്യത താങ്കൾക്കും അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വ്യക്തിപരമായി എനിക്ക് ഒരു വലിയ ദുഃഖമുള്ള ദിവസമാണ്. ഞങ്ങളിൽ ഒരുമിച്ച് വിദ്യാർത്ഥി രംഗത്തും, ഞാൻ NSUയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അത് SFIയുടെ പ്രസിഡന്റ് ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയി ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി തലങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴെല്ലാം ആ വ്യക്തിബന്ധങ്ങൾ ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സോവിയറ്റ് യൂണിയനിലേക്ക് പോയത് 2 ഡെലിഗേഷനെ നയിച്ചു കൊണ്ടുപോയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അഗാധമായ മാർക്സിയൻ ചിന്തകളിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അറിവ് എല്ലാ ചർച്ചകളിലും അത് പ്രതിഫലിക്കുമായിരുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ നേതൃരംഗത്തേക്ക് കടന്നു വന്നപ്പോഴും തികച്ചും ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ മതേതര ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അത് കോൺഗ്രസിനെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ടായിരിക്കണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അവസാനം വരെ ആ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. വാസ്തവത്തിൽ ഹർജിത് സിംഗ് സുർജിത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയം പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ നിലപാടാണ് അവസാനം ഇന്ത്യ മുന്നണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും രൂപീകരിക്കുന്ന കാര്യത്തിലുമെല്ലാം സീതാറാം യെച്ചൂരിക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുമായിട്ട് സോണിയാഗാന്ധിയുമായിട്ടുള്ള വ്യക്തിബന്ധം ഇതെല്ലാം അതിന് സഹായകരമായിരുന്നു എന്നത് സത്യമാണ്. അതിനേക്കാൾ അപ്പുറത്ത് രാജ്യത്തെ മതേതര ജനാധിപത്യ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാടുകൾ സ്വീകരിച്ചത്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടു എന്നതാണ് സത്യം. അപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. കേരളത്തിൽ വരുമ്പോഴും ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴും യാത്രകളിലും ഒക്കെ അദ്ദേഹവുമായിട്ട് ഇടപെട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ധാരാളം അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതിനേക്കാളൊക്കെ ഉപരിയായി നല്ലൊരു മനുഷ്യ സ്നേഹി എന്ന നിലയിലാണ് സീതാറാം യെച്ചൂരിയെ ഞാൻ വിലയിരുത്തുന്നത്. അദ്ദേഹവുമായിട്ട് 10-35 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായ ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ വ്യക്തിപരമായ അടുപ്പം എന്നും കാത്തു സൂക്ഷിച്ചു എന്നത് ഞാൻ എടുത്തു പറയാൻ എനിക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കാൻ മറ്റന്നാൾ രാവിലെ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. കാരണം അവസാനമായി ഒരു നോക്ക് എന്റെ സുഹൃത്തിനെ കാണുക എന്റെ ഉത്തരവാദിത്തമായി. ചാർമിനാർ പുകച്ച് മുകളിലത്തെ ഷർട്ടിന്റെ ബട്ടണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വളരെ അലസനായി അല്ലേ, വളരെ സഹൃദയത്തോടുകൂടി നിൽക്കുന്ന. ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞങ്ങളൊക്കെ പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു, പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അത് അവസാനിപ്പിച്ചു. പക്ഷേ സീതാറാം യെച്ചൂരി അവസാന കാലം വരെ സിഗരറ്റ് വലിച്ചിരുന്നു. എപ്പോഴും ഞാൻ പറയുവാൻ ഈ സിഗരറ്റ് വലി നിർത്തണം എന്നുള്ളത്. യോഗം നടക്കുന്നതിനിടെ വെളിയിലോട്ടിറങ്ങി ഒരു സിഗരറ്റ് വലിച്ചു വരും അദ്ദേഹം. അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരു വലിയ നഷ്ടമാണ്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അന്തിമോപചാരങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകും. താങ്ക് യു.